ഓരോ മുസ്ലിം സംഘടനകളോടും 1940കളിൽ കോളറയും മാപ്പിള കലാപവും കേരളത്തിന്റെ മുക്കുമൂലകളിൽ സംഘടനകൾ ഉണ്ടാക്കിയപ്പോ അന്ന് ഓരോരുത്തരും കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യം, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് രക്ഷിതാക്കൾ ഇല്ലാത്ത മക്കളെ സംരക്ഷിക്കാൻ യത്തീംഖാന തുടങ്ങിക്കൂടെ? അൽഹംദുലില്ലാഹ്, കേരളത്തിന്റെ മുക്കുമൂലകളിൽ യത്തീംഖാനകളാ. അങ്ങ് തിരുവനന്തപുരത്ത് മുതൽ കാസർകോട്ട് വരെ യത്തീം മക്കളുടെ യത്തീംഖാനകൾ സുലഭമാ. നൂറുകണക്കിന് യത്തീം മക്കൾ സുഭിക്ഷമായി ജീവിക്കുന്നു, മനോഹരമായി പഠിക്കുന്നു, മനോഹരമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഇന്ന് ലോകം ഒരുപാട് വളർന്നപ്പോ, മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായപ്പോ, അന്നത്തെ ഓലപ്പുരക്ക് പകരം ഇന്ന് 5ഉം 6ഉം നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ടായപ്പോ, അന്ന് നെല്ലുകുത്തി കിട്ടിയ ഒരു പൊടിയിൽ പഞ്ചസാരയിട്ട് തിന്ന കാലഘട്ടത്തിൽ നിന്ന് ചൈനീസും തുർക്കിഷും ഫുഡുകൾ കടന്നു വന്നപ്പോ, അന്ന് ഒരു ചെറിയ കീറത്തുണി കൊണ്ട് മാറുപോലും മറയ്ക്കാനില്ലാതെ ഉമ്മമാര് വെപ്രാളപ്പെട്ട കാലഘട്ടത്തിൽ നിന്ന് ഓരോ ദിവസത്തെ കല്യാണത്തിനും, ഓരോ സെക്കൻഡിനും, ഓരോ നിമിഷവും പുതിയ പുതിയ ഡ്രസ്സുകൾ വിരൽ തുമ്പിലെ ഓൺലൈൻ ലിങ്കിൽ കുടുംബത്തിലെത്തുമ്പോ ഇന്ന് ആ മാതാപിതാക്കൾക്ക് സങ്കടങ്ങളെയുള്ളൂ. ഇന്നത്തെ പലരും കേരളത്തിലെ മുസ്ലിം സംഘടനകളോട്, അത് മുജാഹിദാവട്ടെ, സുന്നിയാവട്ടെ, അത് ജമാഅത്താവട്ടെ, തബ്ലീഗാവട്ടെ, മുസ്ലിം സംഘടനകളോട് കേരളത്തിലെ ജനത ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാ: അല്ലയോ സമുദായമേ, വീട്ടിന്റെ അകത്തളങ്ങളിൽ മക്കളാൽ വെറുക്കപ്പെട്ട്, വയലിന്റെ പാതയോരങ്ങളിൽ, റോട്ടിന്റെ വക്കുകളിൽ, വീടിന്റെ ഒറ്റഭാഗങ്ങളിൽ, അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ അവഗണിക്കപ്പെടുന്ന ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ മൂത്തവന്റെ വീട്ടിൽ 2 മാസം, ഇളയവന്റെ വീട്ടിൽ 2 മാസം, മൂത്തവരുടെ വീട്ടിൽ 1.5 മാസം ആട്ടും തുപ്പുമേറ്റ് ഒരു നല്ല ഭക്ഷണമോ വാക്കോ കിട്ടാതെ ജീവിച്ചു പോകുന്ന, മനസ്സൊന്ന് പ്രാകാൻ പോലുമാകാതെ, മക്കളെ ഒന്ന് മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ, നെഞ്ചിന്റെ ഉള്ളിൽ അവരുടെ ചെറിയ കാലം ഓർത്തോർത്ത് കരഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു യത്തീംഖാനക്ക് പകരം ഒരു വൃദ്ധസദനം തുടങ്ങിക്കൂടെ? ഒരു അഗതി മന്ദിരം തുടങ്ങിക്കൂടെ? ഒരു ഓൾഡ് ഏജ് ഹോം നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. അതുകൊണ്ടാ കവി പാടി പറഞ്ഞതും, തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നുപോയി, ഒട്ടിയ വയറിന്റെ നോവുകൾ കേട്ട കാലം മറന്നുപോയി. തൊട്ടിലാട്ടുന്ന കൈകൾ 1000 തവണ തന്റെ പൈതലിനെ ഒന്നുറക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് പാട്ടുപാടിയ ഉമ്മ, ഹസ്ബി റബ്ബി സല്ലല്ലാഹ് എന്നാവർത്തി ചോദിക്കൊടുത്ത പാടിക്കൊടുത്ത ഉമ്മ, ഉമ്മാന്റെ വാക്ക് കേട്ട് അതെന്റെ മകന്റെ ഉറക്കിലാണെന്ന് വിശ്വസിച്ച് നേരം വെളുത്തിട്ട് അധ്വാനിക്കേണ്ട വാപ്പ പോലും ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നുപോയി. ആ വാപ്പാന്റെ കൈയൊന്ന് തൊട്ടിട്ട് കാലം എത്രയായി? ആ ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചിട്ട് കാലം എത്രയായി? ഒട്ടിയ വയറുകൾക്കുള്ളിൽ കേട്ട കാലം നൊമ്പരമായി. ഒട്ടിയ വയറിന്റെ വേദനയോടെ ഇന്നും നിങ്ങളുടെ വയറ്റത്തുള്ള പൊക്കിൾ കൊടിയുടെ ഒരു ഭാഗം ഉമ്മാന്റെ പൊക്കിളാ. ആ പൊക്കിളിന്റെ ഒട്ടൽ കാണാതെ, ആ പൊക്കിളിന്റെ ഒട്ടൽ അറിയാതെ നിങ്ങൾക്ക് ഇന്നും ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മനുഷ്യരെ, നിങ്ങൾ റബ്ബിനെ തേടേണ്ടത് കഅബാലയത്തിങ്കലല്ല, നിങ്ങൾ അല്ലാഹനെ തേടേണ്ടത് തസ്ബീഹ് മാലയിലല്ല, നിങ്ങൾ അല്ലാഹുവിനെ തിരയേണ്ടത് മുസല്ലയിലല്ല, നിങ്ങൾ അല്ലാഹുവിനെ അന്വേഷിക്കേണ്ടത് നെറ്റി ചേർത്ത് വെക്കുന്ന പള്ളിയുടെ ഓരങ്ങളിലല്ല. നിങ്ങൾക്ക് അല്ലാഹനെ കാണണോ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. നിന്റെ മാതാവിന്റെ പുഞ്ചിരിയിൽ അല്ലാഹുവിന്റെ പുഞ്ചിരിയുണ്ട്. നിന്റെ പിതാവിന്റെ സമാധാനത്തിന്റെ നെടുവിശ്വാസത്തിൽ, നെടുവീർപ്പിൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്. നിന്റെ വാപ്പാന്റെ വേദനയുടെ സങ്കടത്തിൽ നിനക്ക് അല്ലാഹുവിന്റെ നരകമുണ്ട്. നിന്നെ ഓർത്ത് നെഞ്ചിന്റെ ഉള്ളിൽ ഒന്ന് സ്പ്രാകാനും ഒന്ന് സങ്കടപ്പെടാനും പറ്റാതെ, നിന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ ഓർത്ത് നെഞ്ചിന്റെ ഉള്ളിലിട്ട്, എന്നാലും എന്റെ മക്കള് റബ്ബേ, എന്നാലും എന്റെ മക്കള് റബ്ബേ എന്ന് ചിന്തിക്കുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ, വസുഖ്തുല്ലാഹി സുഖ്തുൽ വാലിദൈൻ, നിനക്ക് അല്ലാഹുവിന്റെ കോപം അവിടെ കാണാം, നിനക്ക് അല്ലാഹുവിനെ അവിടെ കാണാം. ഇതാ ഇസ്ലാമിന്റെ ശൈലി, അതാ മുസ്ലിം സമൂഹത്തിന്റെ നേട്ടം. എന്തുകൊണ്ടാ ഇസ്ലാമിക ലോകത്ത് വൃദ്ധസദനങ്ങൾ ഇല്ലാണ്ടായത്? ഈ സ്നേഹം ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട്. പക്ഷേ ഇന്ന്
ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മളെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബന്ധങ്ങൾ തകരുന്നു, മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു. അതിനേക്കാൾ ഏറെ മനുഷ്യന്റെ ജീവിതത്തിൽ കുത്തയിഞ്ഞ ലഹരി എന്ന മഹാവിപത്ത് ഇന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? ഇന്നൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന വാർത്തകളേ ഉള്ളൂ. ഈ കേരളത്തിന്റെ ഓരോ പുലരിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാ. ഒരു പാവപ്പെട്ട മാതാവ് ആമാശയപരമായ ചില ഓപ്പറേഷൻ കഴിഞ്ഞ് വിട്ടുകിടക്കുമ്പോ വെറും 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കറിക്കത്തി കൊണ്ട് വാക്കത്തി കൊണ്ട് ഉമ്മാന്റെ തലവെട്ടി മാറ്റി. അന്വേഷിക്കാനും അറസ്റ്റ് ചെയ്യാനും വന്ന പോലീസുകാർക്ക് മുൻപിൽ, മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ആ ചെറുപ്പക്കാരൻ ആവേശത്തോടെ പറഞ്ഞു, ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തതാ. റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർമാർക്ക് നേരെ, മീഡിയകൾക്ക് നേരെ ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാ. സത്യല്ലേ? ആ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ചൂട് മാറുന്നതിന്റെ മുൻപ് ഗ്യാസും കുറ്റികൊണ്ട് പിതാവിനെ തലക്കടിച്ചു കൊന്നു. നമ്മളെ കേരളക്കരയിൽ ആ വാർത്ത കേട്ട് വെപ്രാളപ്പെട്ട് തീരുന്നതിനിടയിൽ 16 വയസ്സുകാരിക്ക് ഗർഭമുണ്ടായി. പരിശോധന നടത്തുന്ന രക്ഷിതാക്കൾ കണ്ണുനീരും സങ്കടവുമായി വെപ്രാളപ്പെടുമ്പോ അന്വേഷണത്തിന്റെ അവസാനം കണ്ടുപിടിപ്പിക്കപ്പെട്ടത് അതിന്റെ ഉത്തരവാദി അതേ പെൺകുട്ടിയുടെ അനിയൻ 14 വയസ്സുകാരനായിരുന്നു എന്നുള്ളതാണ്. ആ വാർത്തകൾ അവസാനിച്ച് തീരുന്നതിന്റെ മുൻപേ കേട്ടു, തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം ഒരു ചെറുപ്പക്കാരൻ 24 വയസ്സുകാരൻ അടിച്ചും ചതച്ചും കൊന്നുകളഞ്ഞു. എങ്ങോട്ടാ ഈ സമൂഹത്തിന്റെ പോക്ക്? എവിടേക്കാ ഈ സമുദായത്തിന്റെയും ഈ നാടിന്റെയും പോക്ക്? ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിന്റെ ഓരങ്ങളിലും ചോദ്യം ചെയ്യപ്പെടാത്ത കൂട്ടായ്മകൾ ഉണ്ടായി. ഓരോരോ ചെക്കിങ്ങുകളിലൂടെയും ഓരോരോ അതിർത്തികളിലൂടെയും പേരറിയാത്ത പലതും കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു. അതിനേക്കാൾ ഏറെ ലിബറലുകൾ മക്കളെ സ്വാധീനിച്ചു. ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ പോലും കുത്തിവെക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഹീറോയിസം അവന്റെ ജീവിതത്തിലുള്ള പ്രതികാരാഗ്നിയാണ്. വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുത്തുന്ന കേരളത്തിലെ ജനതയുടെ മീഡിയകൾ. അതുകൊണ്ടല്ലേ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ കടന്നു വന്നു. എന്തേ അദ്ദേഹത്തിന്റെ യോഗ്യത? കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അദ്ദേഹത്തിന്റെ അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്ക് ഇട്ടു. അദ്ദേഹത്തെ തൊപ്പി എന്ന് പേരിട്ട് കേരളത്തിലെ മക്കൾ ആരാധിക്കാൻ തുടങ്ങി. പരസ്യമായി റോഡ് വക്കുകളിൽ ഇറങ്ങി കുടുംബമായി ആ സദസ്സിലേക്ക് കടന്നു വരുന്ന, ബീച്ചുകളിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ ഉമ്മമാരുടെ അടുത്ത് ചെന്ന് എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുന്ന മണവാളന്മാരെ പോലെയുള്ള യൂട്യൂബർമാർ കേരളത്തിലുണ്ടായി. അതിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ ഒരുപാട് മക്കൾ അതിലേക്ക് ആകർഷരായി. അവസാനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ ഒരു ചെറുപ്പക്കാരനെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ നാട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് പോലീസുകാർ പറഞ്ഞപ്പോ എട്ടും പൊട്ടും തിരിയാത്ത 8 വയസ്സുകാരൻ പോലും പോലീസുകാരന്റെ നേരെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, കേരളം ഞങ്ങൾ കത്തിക്കും, കേരളം ഞങ്ങൾ കത്തിക്കും. വയലൻസിനെയാണ് ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് അവർ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിലടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ യുവസമൂഹം. കൊട്ടക്കാവയലിലെ ആരാമ്പ്രത്തെ അല്ലെങ്കിൽ കിഴക്കോത്തെ എന്റെ സഹോദരങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകത്തിന്റെ സൃഷ്ടാവ് തന്ന ആരോഗ്യം, സൃഷ്ടാവ് തന്ന ആയുസ് ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ച് നാളെ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുമ്പോ ഓരോ വേർപ്പ് തുള്ളികൾക്കും സൃഷ്ടാവിനോട് ചോദിച്ചു വാങ്ങേണ്ട അധ്വാനത്തിന്റെ കൂലി ഉണ്ടാക്കേണ്ട യുവാക്കളോട്, പടപടാ പൊട്ടുന്ന വാഹനത്തിന്റെ മേലെ വന്യന്റെ മക്കളെ കമന്റടിച്ചും അല്ലെങ്കിൽ കറക്കി വീഴ്ത്തിയും കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന നവലിബറലുകളോടല്ല, ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുത്തും രാഷ്ട്രീയക്കാരന്റെ പിൻബലവുമുണ്ടെങ്കിൽ ആരെയും തെറിവിളിക്കാമെന്നും ആർക്കെതിരെ വാളോങ്ങാമെന്നും പഠിപ്പിക്കുന്ന നവലിബറൽ രാഷ്ട്രീയക്കാരോടല്ല. അതോടൊപ്പം തന്നെ പെൺമക്കളോടും 25ഉം 26 വയസ്സായിട്ടും വിവാഹം വേണ്ട. എന്തേ കാരണം? ഒറ്റക്ക് പഠിച്ചൊറ്റക്ക് കാലിൽ നിന്ന് ഞാൻ ഒറ്റക്ക് സമ്പാദിക്കും, എന്നിട്ട് അവനെ ഞാൻ നോക്കും, അവൻ പ്രസവിക്കണമെന്ന് വരെ അവർ പറയാത്തേ ഉള്ളൂ. എത്രയെത്ര കുടുംബത്തിലാ 25ഉം 26ഉം പെൺമക്കൾ വയസ്സുള്ളവർ, വിവാഹത്തിന് വെറുത്തോണ്ട് ജീവിക്കുന്നവർ. അതിനേക്കാൾ ഭയാനകമായ നിലയ്ക്ക് കേരളത്തിൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ 2 പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം ജീവിതം ആരംഭിച്ചു. 18ഓളം പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ കേസ് ഹൈക്കോടതിയിൽ.
12ഓളം ആണുങ്ങൾ ആണും ജീവിതത്തിലേക്ക് കുടുംബജീവിതം നയിക്കാൻ അല്ലെങ്കിൽ ലൈംഗിക ജീവിതം നയിക്കാൻ ഗേ-സെക്സിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്ന കേരളീയ സമൂഹം എവിടേക്കാ ഈ സമുദായത്തിന്റെ പോക്ക്, ഈ സമൂഹത്തിന്റെ പോക്ക്? ഇത് കേവലം ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല, ഓരോ നാട്ടിലുമുള്ള ഓരോ ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും വിഷയമാ. ചോദ്യം ചെയ്യപ്പെടാതെ ഒരുപാട് തോന്നിവാസങ്ങൾ നമ്മളിലേക്ക് കയറി വന്നു. നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ പോലും അവർക്ക് അത് വഴി സാധിച്ചു അല്ലേ? ഞാൻ പറയാറുണ്ട്, ഈ അടുത്തിറങ്ങിയ ഒരു പാട്ടുണ്ട്, ആ പാട്ടിന്റെ വരികൾ പോലും ചൊല്ലുന്നവർക്കറിയൂല. അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ ഇളക്കുക. ഇപ്പൊ ഞാൻ വിചാരിച്ചത് ദിക്റല്ലി ഇളക്കുകയായിരിക്കും. നോക്കുമ്പോ സലാം വീട്ടിക്കഴിഞ്ഞപ്പോ എന്നോട് ഞാൻ ചോദിച്ചു, എന്തേപ്പ ചെല്ലി, വേറെന്തായിനോ മനസ്സിൽ? സത്യം ഓൻ പറഞ്ഞതാ, ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ഇതായി മനസ്സിൽ വന്നതാണ്. ഞാൻ ചോദിച്ചു, ഏതാ പാട്ട്? അവരോട് ഞാൻ തന്നെ ചോദിച്ചു, ഇന്ന പാട്ടല്ലേ അത്? അതെ. ഏതാ പാട്ട്? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക്, ഉന്നം മറന്നൊരു പോക്ക്, ഉപദേശമോ മതിയാക്ക്, കട്ടച്ചോര കൊണ്ടടിക്കും സോറ സർവത്ത്. ഇതാ മക്കളെ നാവിൽ, ഇതാ സമൂഹത്തിന്റെ നാവിൽ. ചോദ്യം ചെയ്യപ്പെടാത്ത കാഴ്ചകളിലേക്ക് നമ്മളെ മക്കൾ ചേക്കേറിയപ്പോ അപകടകരമായ ലഹരി ഇന്ന് ഈ സമൂഹത്തിന്റെ ഓരോരോ കുടുംബങ്ങളിലും എത്തി. കേരള മുഖ്യമന്ത്രി പോലും പറഞ്ഞൊരു വാക്കുണ്ട്, ലഹരിയെ തടയാനുള്ള മാർഗത്തെക്കാൾ, ലഹരിയെ പ്രതിരോധിക്കാനുള്ള മാർഗത്തെക്കാൾ 10 മടങ്ങ് വിശാലമാണ് ലഹരി വിതരണം ചെയ്യുന്നവരുടെ കൂട്ടായ്മകൾ. കാരണം അങ്ങ് ദൂരെ കൊടുവള്ളിന്ന് പോലീസ് പുറപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിവരം വടകെട്ടിണ്ടാവും. ഇവിടെയായിരിക്കും ചിലപ്പോൾ പരിശോധിക്കാൻ വരുന്നത്. സെക്കൻഡ് വ്യത്യാസത്തിൽ വിവരം വടകെട്ടിയിട്ടുണ്ടാവും. പണം മാത്രം മോഹിക്കുന്ന രാഷ്ട്രീയക്കാർ, അധികാരം മാത്രം പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാർ, പണത്തിനു വേണ്ടി ആരെയും ഒറ്റുകൊടുക്കുന്ന തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അതിന്റെ മുൻപിൽ ഒരു ഗവൺമെന്റ് പോലും നിസ്സഹായരാകുമ്പോ പൂട്ടിക്കിടക്കുന്ന 450 ഷാപ്പുകൾ പുനർലേലത്തിന് വെക്കപ്പെട്ടു കേരളക്കരയിൽ. രാഷ്ട്രീയം പറയല്ലോ ഞാൻ. ഭയാനകമായ നിലക്ക് കോഴിക്കോട് ജില്ലയിൽ 3 പബ്ബുകൾ കഴിഞ്ഞ 4 മാസത്തിന്റെ ഇടക്ക് തുറക്കപ്പെട്ടു. അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? എന്തേ പബ്ബുകൾ എന്ന് പറഞ്ഞാൽ? ആണും പെണ്ണും കുടിച്ച് കൂട്ടാടി ഒരുമിച്ച് വസ്ത്രമയിച്ച് തുള്ളുന്ന വേദികൾ, ക്യാബറകൾ. അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കമിതാക്കൾ വേണം, കപ്പിൾസ് വേണം. കലാലയ ക്യാമ്പസുകളിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺമക്കളും മറ്റൊരു കലാലയ ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൺമക്കളും കപ്പിൾസുകളായി പബ്ബുകളിൽ കയറി കുടിച്ചു കൂത്താടുന്നത് ഈ ഇട്ടാവട്ടത്തുള്ള കേരളത്തിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ വരെ ആരംഭിച്ചു. എന്നിട്ടിപ്പോഴും നമുക്ക് ഉറക്കം തെളിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും പറയുന്ന അറിയോ, ഓള് നല്ലോണം പഠിക്കാൻ കഴിവുള്ളോളാ, അതുകൊണ്ട് ഞാൻ ആടെ കൊണ്ടച്ചാക്കി. ഓൻ നല്ല പഠിക്കാൻ കഴിവുള്ളാനാ, ഞാൻ ഓനെ ഇവിടെ കൊണ്ടച്ചാക്കി. ഓൻ മാസത്തിൽ അയച്ചു കൊടുക്കലുണ്ട്, ഓൻ ആവശ്യമുള്ള പറയില്ല. പിന്നെ ഞാനൊക്കെ നയിക്കുന്നത് പൈറ്റിങ്ങക്കല്ലേ, തീർന്നു. ആപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ അറിയാത്ത മക്കളുണ്ട്, ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത പെൺകുട്ടികളുണ്ട്. ഞാൻ ആക്ഷേപിക്കല്ലോ, കുറ്റം പറയുകയല്ല. നാളെ ഇതിനൊക്കെ വിരള് കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതിനൊക്കെ സങ്കടത്തോടുകൂടി നെടുവീർപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ലോകം ഇന്നോ നാളെയോ അവസാനിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ അവസാനിച്ചേക്കാം. നമ്മളില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ പേര് കേട്ട ഒരു ഫുട്ബോൾ മത്സരം ഉണ്ടായി. ഫുട്ബോൾ മത്സരത്തില് തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് മുൻപിൽ ഒരു 48 വയസ്സുകാരൻ കുപ്പായൊക്കെ അയച്ച് ഷർട്ട് എടുത്തും കിട്ടും അങ്ങനെ വീശി അവന്റെ ടീമിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ഗോളിന് ആ ടീം ജയിച്ചു. കളി കഴിഞ്ഞു പോകുമ്പോൾ പലരും അദ്ദേഹത്തെ ആ കളിയുടെ കോമാളിത്തരൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ആകെ നാളത്തെ കളി സെമിയിലെ കളി ഒന്ന് ഉഷാറാക്കാൻ പറയണട്ടോ. അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞു, സെമി കാണിച്ചരടാ ഞങ്ങള്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ നാടറിഞ്ഞത് ആ മനുഷ്യന്റെ അറ്റാക്കിന്റെ വാർത്തയാ, മരിച്ച വാർത്തയാ. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും കബറടക്കം നടന്നു. വൈകുന്നേരം 6:30 മണിക്ക് ആ നാട്ടിൽ വീണ്ടും ആ പ്രദേശത്തെ ആ കളി വീണ്ടും പുനരാരംഭിച്ചു, അഥവാ സെമി ഫൈനൽ ആരംഭിച്ചു. കളി നിർത്തിവെച്ചിട്ടില്ല, പക്ഷെ ആരില്ല പ്രോത്സാഹിപ്പിക്കാൻ, മനുഷ്യന്മാരില്ല. അത്രേ ഉള്ളൂ. നാളെ നിങ്ങൾ പോകുന്ന പള്ളിയിൽ ജമാഅത്ത് മഗ്‌രിബിന് തന്നെ നടക്കും. നിങ്ങൾ അല്പം മണ്ണിന്റെ അടിയിലായിരിക്കുന്നു മാത്രം, നമ്മൾ ഖബറിലേക്കായിരിക്കും എന്ന് മാത്രം. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താനും സ്വന്തം ജീവിതത്തോട് എല്ലാ ജീവിത രംഗത്തോടും കൂടി മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. കുഞ്ചൻനമ്പ്യാർ പറഞ്ഞ മാതിരി പാടിയതൊക്കെ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ കേട്ടതാ. കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ,
മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളില്ലെങ്കിലും ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല. കൊട്ടക്കാവായല്ല സെഫിൽ നിങ്ങൾ സ്ഥിരം ഉണ്ടായിരുന്നു, നിങ്ങളെ ആ ചെയർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരാഴ്ച ആൾക്കാർ പറയും. അത് കഴിഞ്ഞ ആ ചെയർ ചിലപ്പോൾ മാറ്റിയിടും, എമ്മിൽ വേറൊരാൾ വന്നിരിക്കുന്നുണ്ടാവും. നമ്മളില്ലാണ്ടായ ഈ നാടിന് വെയിലുദിക്കാണ്ടിക്കലോ മഴ കിട്ടാണ്ടിക്കലോ ഈ നാട്ടിലെ ശ്വാസം തടയലോ ഈ നാട്ടിലൊന്നും നടക്കാണ്ടായി പോലോ ഇല്ല. കളി പിന്നെയും നടന്നു, ഫൈനലും കഴിഞ്ഞു, ആയിരങ്ങൾ പങ്കെടുത്തു, കപ്പടിച്ചു, പടകം പൊട്ടിച്ച് അവര് പോയി. തുള്ളിയോനും കളിച്ചോനും മണ്ണിന്റെ അടി കിടക്കുന്നുണ്ട്. അവർക്കും തുണ്ടുവാൻ പറ്റി? ഒരു ഗപ്പെങ്കിലും കിട്ടിയോ? ആ തിരിച്ചറിവാ ജീവിതം, ആ തിരിച്ചറിവിനായുസ്. അതിനാ പടച്ചോൻ ഓരോന്നും നമ്മളെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏത് നിമിഷവും അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും. ആ സൃഷ്ടാവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകൻ ത്വാഹ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത്, അഥവാ മരണസമയത്തുള്ള അന്ത്യസമയത്തുള്ള വസിയത്ത്. ഏതൊരു മക്കളുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹ ഒരു വസിയത്ത് ല്ലേ? വാപ്പ മരിക്കാൻ നേരത്തെ വസിയത്ത് ചെയ്തു, പെങ്ങന്മാരങ്ങൾ നല്ലോണം നോക്കണട്ടോ, പാലിക്കും. ഉമ്മാനെ നല്ലോണം നോക്കണട്ടോ, പാലിക്കും. റോട്ടിന്റെ സൈഡിലുള്ള കൊട്ടക്കാവായിൽ 5 സെന്റുകൾ മുത്തോന് കൊടുക്കണം, പാലിക്കും. കാരണം ഒരു വാപ്പാന്റെ, ഒരു മനുഷ്യന്റെ മരണവസിയത്ത് ഒരാളും തള്ളിക്കളയൂല. ഇന്ത്യയുടെ ഭരണനീതിപീഠം പോലും തള്ളിക്കളയൂല. അതുകൊണ്ട് ആ കോടാനുകോടി സ്വത്തുക്കൾ ഉണ്ടായിരുന്ന റത്തൻ ടാറ്റ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ 20% സ്വത്ത് എഴുതി വെച്ചത് ഡ്രൈവർക്കാ. അത് തന്നെ 6000 കോടിയിലധികം. ആർക്കോ തടയാൻ പറ്റിയോ? വസിയത്തിന്റെ വിലയാണത്. ആ പ്രവാചകൻ കൊടുത്തൊരു വസിയത്തുണ്ട്. മരണം കൺമുൻപിൽ കാണുമ്പോ റബീഉൽ അവ്വൽ 12-ാം തീയതി ലോകത്തിന്റെ പ്രവാചകന്റെ ശരീരത്തിനാകെ വേർപ്പ് ബാധിച്ചു. ശരീരമൊന്നാകെ ചൂട് കനക്കാൻ തുടങ്ങി. ലോകത്തിന്റെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ പിടിച്ച് മടി കടത്തി. നെറ്റികളിലൂടെ വേർപ്പുകൾ തുടച്ച്, കൈകൾ മുടിക്കുള്ളിലൂടെ വിരലോടിച്ച് പ്രവാചകനെ ആശ്വസിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ മുഖത്തേക്ക് നോക്കി സഹാബത്തിന്റെ നേരെ വിരളി ചൂണ്ടിയിട്ട് എന്തോ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ഉമ്മ എന്തേ റസൂലുള്ള നിങ്ങളോട് പറഞ്ഞത്? പ്രവാചകന്റെ നാവുകളിൽ മന്ത്രിച്ച അവസാനത്തെ വാക്കിങ്ങനെയായിരുന്നു, ആയിഷ ജനങ്ങളോട് പറയണേ, ആയിഷ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നേ ആയിഷ. അവരെ ശപിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ ആയിഷ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ, അവരുടെ ഔലിയാക്കൾ മരിക്കുമ്പോ ആ മരിച്ച കബറുകൾ കെട്ടിപ്പൊക്കി കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും ചെന്നിരുന്ന ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നേ ആയിഷ. ആ പറഞ്ഞു തീരുന്നതിന്റെ അവസാനം വീണ്ടും ആയിഷ ബീവിയോട് കണ്ണു നിറഞ്ഞു റസൂലുള്ള പറഞ്ഞൊരു വാക്കിങ്ങനെയായിരുന്നു, ആയിഷ ജനങ്ങളോട് പറയണം, ആയിഷ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. മരിച്ചത് മുഹമ്മദ് ആണെങ്കിൽ പോലും ലോകത്തെ ഏറ്റവും നല്ല പ്രവാചകന്മാരുടെ നേതൃസ്ഥാനത്തുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് നബിയാണ് മരിച്ചതെങ്കിൽ പോലും ആയിഷ അവരോട് പറയണം, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബർ പോലും കെട്ടിപ്പൊക്കരുതേ എന്ന് പറയണം. എന്റെ ഖബറിന്റെ അടുത്ത് ആരാധിക്കാൻ വരരുതെന്ന് പറയണം. എന്നോട് പ്രാർത്ഥിക്കരുതേ എന്ന് പറയണം. എന്നിട്ടും മതി വരാത്ത റസൂലുള്ള ആകാശ ലോകത്തേക്ക് കൈനീട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. റബ്ബേ എന്റെ ഖബറിനെ നീ ഒരിക്കലും ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ. എന്റെ ഖബറിനെ നീ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുതേ. ആ വാക്കുകൾ സത്യമാകുന്നത് പോലെ ഇന്നും സൗദി അറേബ്യയിലെ ലോകത്തിന്റെ പ്രവാചകന്റെ ഖബറുകൾ ഒരാഘോഷവുമില്ലാതെ ഓരോ ദിനവും കടന്നു പോകുന്നുണ്ട് എങ്കിൽ, മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തുന്ന അന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ കയ്യിലുണ്ടായിരുന്ന ഒരു മൺവെട്ടി, ഇരുമ്പിന്റെ പാര കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ ഒരു വാക്കിങ്ങനെയായിരുന്നു, മോനെ അലി, അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ്വ ഖബറും അടിച്ചു നിരപ്പാക്കണേ അലി. പാടില്ല അലി, ഒരാളുടെ നെരിയാണിക്ക് മേലേക്കുള്ള ഖബറെങ്ങാനും മക്കയിലെ മണ്ണിലുണ്ടെങ്കിൽ വിട്ട്
തളയരുതേ അലി, എല്ലാം അടിച്ചു നിരപ്പാക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ കെട്ടിപ്പൊക്കിയ കബറുകളെല്ലാം അവർക്ക് പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു. ഇല്ല അലി, ആ കബർ വിട്ടേച്ച് പോകല്ലേ, കബർ പൊളിച്ചു കളയണം. അന്ന് അലി ഇബ്നു അബീ ത്വാലിബും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും രണ്ടുപേരും സർവ്വ കബറുകളും അടിച്ചു നിരപ്പാക്കി. ലോകത്തിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ, പ്രവാചകന്റെ മേൽനോട്ടത്തിൽ അന്ന് അടിച്ചു നിരപ്പാക്കിയ കബറുകൾ ഇന്നും മക്കയിലും മദീനയിലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഒരൊറ്റ കബർ പോലും അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല. ലോകത്തെ ഏറ്റവും നല്ല ഔലിയാക്കൾ, ഉഹദീങ്ങൾ, ബദരീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഖൈബറീങ്ങൾ, പ്രവാചകന്റെ കുടുംബം, ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകൾ, റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി അടക്കം നിരവധി പ്രവാചകന്റെ ഔലിയാക്കൾ ആ മണ്ണിലുണ്ടെങ്കിലും ഒരു കബർ പോലും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. ഏകനായ സിട്ടാവിനോട്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. എന്റെ റബ്ബേ, നിന്നിലാണ് എന്റെ രക്ഷ. എന്റെ നാഥാ, നിന്നോടാണ് എന്റെ ചോദ്യം. ഒരു പെൺകുട്ടിയുടെ കൂടെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്ന് പ്രവാചകനോട് സലാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പെൺകുട്ടിയായ മകൾ. പക്ഷേ തിരുദൂതൻ സലാം മടക്കുന്നില്ല. വീണ്ടും അള്ളാഹുവിന്റെ റസൂലിനോട് ആ പെൺകുട്ടി സലാം പറഞ്ഞു, റസൂലുള്ള സലാം മടക്കുന്നില്ല. അത്ഭുതത്തോടെ ആ പെൺകുട്ടിയുടെ ഉമ്മ ചോദിച്ചു, നബിയേ, എന്തേ നിങ്ങൾ എന്റെ മകളുടെ സലാം മടക്കാത്തത്? ആ പെൺകുട്ടിയുടെ ഇടത് കൈ പിടിച്ച് ഇടത്തെ കൈയിലുള്ള ഒരു കറുത്ത ചരട് സ്വന്തം വിരലുകൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, പെണ്ണെ, ഇതാര് കെട്ടിയതാ? അവളുടെ വെല്ലുപ്പ. എന്തിന് കെട്ടിയതാ? അത് കെട്ടിയാൽ രക്ഷയുണ്ടെന്ന് അവളെ വിശ്വസിപ്പിച്ചതിന്റെ പേരിൽ നീ ആഗ്രഹിക്കുന്നോ പെണ്ണെ, നിന്റെ മകളെ നരകത്തിൽ കൊണ്ടുപോകാൻ? ആ കറുത്ത ചരടിനേക്കാൾ, ആ കറുത്ത ലോകത്തേക്കാൾ, ഈ മനുഷ്യനേക്കാൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് സംവിധാനിച്ച നാഥൻ കൂടെയുള്ളപ്പോ എന്റെ റബ്ബേ, നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്നാ പറയേണ്ടത്. അവനിൽ തവക്കുലി ചെയ്യണം. ഒരു ഏലസിനും ഒരു മന്ത്രിച്ചൂതലിനും ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിനും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. മക്കളില്ലാത്ത സക്കരിയ നബി പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. മക്കളില്ലാത്ത ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. കേട് മാറാൻ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാ. അന്നീ മസ്സനിയ ളുർറു വ അൻത അർഹമുർ റഹീമീൻ, എന്റെ രോഗം സുഖപ്പെടുത്തണേ നാഥാ. മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി യൂനുസ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാ. വലവെള്ളപ്പാച്ചിലിൽ മുങ്ങിത്തായുന്ന കപ്പലിൽ നിന്നും തന്റെ മകനെ രക്ഷപ്പെടുത്താനും സ്വയം രക്ഷപ്പെട്ട് കപ്പലിലേക്ക് കയറുമ്പോഴും നൂഹ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാ. അവിവേകികൾ വന്ന് സ്വന്തം വീട്ടിലെ അതിഥികളെ തോന്നിവാസത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോ ബലാത്കരമായി അവരെ പിടിച്ചടക്കുമ്പോ അന്ന് ലൂത്ത് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാ. ബദറിൽ 900 ശത്രു സൈന്യത്തെ കണ്ട് പേടിച്ചരണ്ട് നിൽക്കുന്ന സഹാബത്തിന്റെ മുൻപിൽ ലോകത്തിന്റെ റബ്ബിന്റെ പ്രവാചകൻ രണ്ട് കരങ്ങളും നീട്ടിയത് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ ഫിൽ അർളി അബദാ, എന്റെ റബ്ബേ, ഞങ്ങളെ നീ കൈവിടരുതേ എന്നാണെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഒരാൾക്ക് പോലും മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ അവസരമില്ല റബ്ബിനോടല്ലാതെ. എന്റെ മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കാൻ തെളിവില്ല, എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കാൻ തെളിവില്ല. എന്റെ റബ്ബേ, എന്റെ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കുന്നവനാ തൗഹീദ് ഉറച്ചവൻ, മുവഹിദായവൻ. ആ തൗഹീദെ നമ്മൾ ആഗ്രഹിക്കേണ്ടതുള്ളൂ. ഇത് കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല. നാളെ ഞാനും നിങ്ങളും മണ്ണിലേക്ക് മടങ്ങേണ്ടവനാ. കൊട്ടക്കാൽ വയലിലെ റോഡ് സൈഡിൽ അപകടം പറ്റി രക്തം വാർന്നൊലിക്കുന്നവന്റെ ശരീരത്തിലെ രക്തം ചുവപ്പാണെങ്കിൽ എന്റെ രക്തവും ചുവപ്പാ. അവന്റെ ജീവിതത്തിൽ ദീനിനേക്കാൾ അവന്റെ മരണം സ്വാലിഹായ ഒരു മരണമായി മാറണമെങ്കിൽ അവൻ മുവഹിദാവണം, ഞാൻ മുവഹിദാവണം. എന്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെടണം. അതെങ്ങനെയാ തൃപ്തിപ്പെടുക? ഏകനായ റബ്ബിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട്, ആ റബ്ബിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട്, ആ റബ്ബിലേക്ക് ജീവിതത്തെയും കർമ്മത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട്. എന്നിട്ട് എനിക്ക് പറയാൻ പറ്റണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നേർച്ച, എന്റെ സർവ്വതും എന്റെ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാ. എന്റെ നേർച്ചകൾ മറ്റൊരാൾക്ക് അർഹതപ്പെട്ടതല്ല. അവിടെ ആനകൾ വേണ്ട, അവിടെ അമ്പാരികൾ വേണ്ട, അവിടെ ചന്ദനക്കുട നേർച്ചകൾ വേണ്ട, അവിടെ കുടക്കൈമാറ്റങ്ങൾ വേണ്ട, അവിടെ പന്നി മലർത്തൽ വേണ്ട, അവിടെ ഷീട്ടുകളി വേണ്ട, അവിടെ ആണും പെണ്ണും ഇടകലർന്ന ആഘോഷ തിമിർപ്പുകൾ വേണ്ട. കാരണം എന്റെ നേർച്ച ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് മാത്രമാകണം. റബ്ബിന്
ആനയുടെ പോരിശ വേണ്ട, ആനയെ കൊണ്ടുള്ള എഴുന്നള്ളിപ്പ് നിനക്കിന്റെ റബ്ബിന് വേണ്ട. മറിച്ച് വേണ്ടതെന്താ? നിങ്ങൾ കൊടുക്കുന്ന പണമോ, നിങ്ങളുടെ രക്തമോ, നിങ്ങളുടെ മൃഗത്തിന്റെ രക്തമോ, ഇതൊന്നും റബ്ബിന് വേണ്ട. വലാകിൻ, മറിച്ച് റബ്ബിന് വേണ്ടത് അത്തഖ്വ, മനസ്സിന്റെ നിഷ്ഠയാ, മനസ്സിന്റെ ശുദ്ധിയാ, ഏകനായ സിട്ടാവിലുള്ള അടിയുറച്ച വിശ്വാസമാ. ആ തൗഹീദോടെയാ മരിക്കാൻ പറ്റുന്നതെങ്കിൽ ഏത് പാപവും അള്ളാഹു നമുക്ക് പുറത്തു തരും. നിങ്ങൾ വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ? അല്ല പൊറുത്തരും. കള്ളു കുടിച്ചിട്ടുണ്ടോ? അല്ല പൊറുത്തരും. മോഷണം നടത്തിയിട്ടുണ്ടോ? അല്ല പൊറുത്തരും. അറിഞ്ഞിട്ടും അറിയാത്തതുമായ ഏതേത് പാപങ്ങൾ കടലിലെ ഓളങ്ങളെ പോലെ, കടലിലെ നുരയെ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് പൊറുത്തു തരും. ഒരൊറ്റ ക്വാളിറ്റി ഉണ്ടാവണം, ഒരൊറ്റ ക്വാളിറ്റി ഉണ്ടാവണം. ലാ തുശ്രിക് ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല. എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് എന്നെ കാക്കുമെന്ന വിശ്വാസത്തിൽ എന്റെ റബ്ബേ എന്ന് നാഥന്റെ നേരെ കൈനീട്ടുന്ന അചഞ്ചലമായ തൗഹീദ്, വെളിച്ചത്തിന്റെ തൗഹീദ്, ഇഖ്ലാസിന്റെ തൗഹീദ്, ആ തൗഹീദ് നെഞ്ചിനുള്ളിലുണ്ടെങ്കിൽ പുഞ്ചിരിയോടെ മടങ്ങാം. വിയർപ്പിന്റെ നെറ്റിത്തണങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടാം. ആ തിരിച്ചറിവിലേക്കുള്ള പ്രയാണമാണ് ഓരോ റമദാനും ഓരോ ഇബാദത്തും. അതിനുള്ള പ്രയാണത്തിന്റെ തുടക്കമാകട്ടെ ഈ കൊട്ടക്കാവയിൽ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ ഒരു ദിവസത്തിന്റെ തുടക്കം എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏത് നിമിഷവും മരണം കൊണ്ടുപോകും. നാളെ നേരം വെളുക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ദിവസം മുൻപെങ്കിലും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പറ്റിയ അത് അത്രയും ഹൈറ, അത്രയും ഹൈറ. നമ്മൾ ഇന്ന് തിരിച്ചു പോകുമ്പോ ഒരു ഫോൺ കോളിലൂടെ ഒരു ബന്ധം നന്നാക്കാൻ പറ്റെങ്കിൽ വിളിക്കണം. നേർക്കുനേരെ കണ്ടിട്ട് ഒരു സലാം പറയാൻ പറ്റിയാ പറയണം. കാരണം നാളെ നേരം വെളുക്കുമ്പോ ഞാനില്ലെങ്കിലും ഇത് ഹൈറായിട്ട് പടച്ചോന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നുള്ള ഒരു സമാധാനത്തിൽ നമുക്ക് പോയി കിടന്നുറങ്ങാൻ പറ്റും. ഒരു സലാം പറച്ചിലിലൂടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വിള്ളലുകളൊക്കെ നമുക്കൊന്ന് ഭംഗിയാക്കാൻ പറ്റും. അതല്ല വീണ്ടും മനസ്സ് തോന്നുകയാണ്, വേണോ വേണ്ടേ, വേണ്ടേ വേണോ. നാളെ നേരം വെളുക്കുമ്പം ഒരുപക്ഷെ ശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന പിന്നിൽ നിൽക്കുന്നവർക്ക് പോലും ഒരു ജാള്യത ഉണ്ടാവും. എന്തൊക്കെ ചോദിച്ചാലും കിട്ടുമല്ലേ എന്നുള്ള ജാള്യത. അത് അവനാന്റെ മയ്യത്ത് നാട്ടുകാർ നിസ്കരിക്കുന്നതിന്റെ മുൻപ് അവർക്ക് അങ്ങനെ മനസ്സിലൊരു ജാള്യതയും ഒരു ദേഷ്യവും നമ്മളോട് വരുന്നതിന്റെ മുൻപ്, നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന കുടുംബക്കാര് നമ്മളെ ഓർത്ത് ലജ്ജിക്കുന്നതിന്റെ മുൻപ്, പ്രിയപ്പെട്ടവരെ, ഒരു സലാം പറഞ്ഞിട്ടെങ്കിലും ഒന്ന് കൈ പിടിച്ചിട്ടെങ്കിലും മനസ്സ് തുറന്ന് ഈ പരിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും പറ്റിയ മനസ്സിൽ നിന്ന് മൂടി, ഒരു കിബിറിന്റെ മൂടി അള്ളങ്ങ് എടുത്തു കളയും. ഞാൻ പറയാറുണ്ട്, എന്ത് നല്ലത് പറയുമ്പോഴും നമുക്ക് ചിലപ്പോ ചില ആൾക്കാരുടെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും. അത് സ്വാഭാവിക. അങ്ങനെ അങ്ങ് ചിന്തിച്ചാ മതി. ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങൾ എല്ലാരെയും മാറ്റാന്നൊന്നും ഒരു ധാരണയില്ലട്ടോ. ഒരാൾക്ക് ഒരു വെളിച്ചം കിട്ടിയാണെങ്കിൽ ഹൈർ, അത്രേ ഉള്ളൂ. ഒരൊറ്റയാൾക്ക് കിട്ടിയ ഹൈർ. അങ്ങനെ ചിന്തിക്കാവൂ ഏത് കാര്യത്തിനും. ഞാൻ പറയാറുണ്ട്, ഞാനൊക്കെ കുത്തുബ പറഞ്ഞ് ഷാദുലി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലർ കൈ പിടിച്ചിട്ട് പറയും, അടിപൊളി കുത്തുബയായിട്ടോ, ഇന്നത്തെ കാലത്തിന് ആഗ്രഹിച്ച കുത്തുബ എന്നൊക്കെ പറയും. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ വരുന്ന 15 തെറി എന്റെ വാപ്പന വിളിയായിരിക്കും, പാച്ച തെറിയായിരിക്കും. ഞാൻ തന്നെ ആലോചിച്ചു നോക്കൂ, റബ്ബേ, ഇതിന് പകരം ഞാൻ കുടിച്ചോളിയടാ കള്ള്, കുടിച്ചോളിയടാ ബ്രൗൺ ഷുഗർ, പോയിക്കോളിയടാ ഏട്ടെങ്കിലൊക്കെ അവനാന് തോന്നിയെന്ന മാതിരി കുത്തഴിഞ്ഞ് ജീവിച്ചോന്ന് പറഞ്ഞാലോ എല്ലാവർക്കും ഭയങ്കര രസമാണ്. അതിപ്പോ മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ മുറിൽ വെള്ളത്തിൽ മാത്രം പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കുറച്ച് ചീച്ചകൾ ഉണ്ടാകും. ഓൽക്ക് അതാ രസം. ആ ചലം, ആ ഒലിക്കുന്ന നീര്, ആ ഒരു മുറിവ് അവിടെ മാത്രം പറ്റിക്കിടക്കുക, തോന്നിയാസം പറയുക, അവിടെ പ്രചരിപ്പിക്കുക. അതാ അവരുടെ സ്വഭാവം. അവർക്ക് അള്ള കൊടുത്തൊരു ശിക്ഷയാണത്. അത് അവർക്ക് അത് മരിക്കുന്നവരെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓലെ കണ്ടിട്ട് ബേജാറാവണ്ട. അത് നിങ്ങൾക്കൊക്കെ നാട്ടിൽ അറിയണമെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് ഇല്ലേ ഒരു ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോ ബാക്ക് പോയി കുത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് ഒന്ന് മുന്നോട്ട് കയറി ഇരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു നോട്ട, ഈ അമ്മളന്നാക്കാൻ വന്നിട്ട് എന്താ എനിക്ക് പോയി കുത്തിരുന്നൂടെ. അത് മനുഷ്യന്റെ സ്വഭാവം. സെഫാണെങ്കിലും അങ്ങനെയാ. ഏതെങ്കിലും ബേക്കിലിരിക്കുന്ന ചാരിയിരിക്കുന്നവരോട് വെള്ളിയാഴ്ച ഇനി ജുമാക്ക് വൈകി വരുന്നവരോട് ഒന്ന് ബാങ്കിന്റെ മുൻപൊക്കെ ഒന്ന് വന്നൂടെ എന്ന് ചോദിച്ചാ ഓൻ പിന്നെ ജീവിതകാലം മുഴുവൻ ചോദിച്ചവന്റെ ശത്രുവായിരിക്കും. നല്ലത് കേൾക്കാൻ പലർക്കും താല്പര്യമല്ല എന്ന് പരിധി പറയുന്ന നിർത്തിക്കാൻ വേണ്ടി ചിലർ പണിയെടുത്ത
എന്ന് നമ്മൾ കേൾക്കുന്നത് ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലല്ലേ കേട്ട്, ഇപ്പൊ ഓരോ ഉമ്മാരും നേരം വെളുക്കുന്ന അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാ. എന്തിന്? കൈത്തിന്റെ മേലേക്ക് തലണ്ട് എന്ന്. പാപ്പാരും അങ്ങനെ തന്നെയാ. അൽഹംദുലില്ലാ അവനാന്റെ പുരയിലുള്ള ചെറിയോന്റെ റൂമുക്ക് കേറാൻ പോലും പേടിക്കുന്ന ഒരു കാലഘട്ടം. മക്കളെല്ലാരും മോശമല്ലട്ടോ, നല്ല മക്കളാ. ഒന്ന് കരുതി ചേർത്ത് പിടിച്ച ഇതുപോലൊരു തലമുറ നമുക്ക് കിട്ടൂല. അത്രയേറെ ബുദ്ധിയുള്ള, അത്രയേറെ ആധുനികതയുള്ള, അത്രയേറെ നവോത്ഥാന മനസ്സുള്ള മക്കളായി ഇന്നത്തെ. അതുകൊണ്ടാ പ്രളയം വന്നപ്പോ ആരും അറിയാതെ കൊട്ടക്കാവയിൽ നിന്നും പോയിട്ടുണ്ടാകും 10-15 ചെറുപ്പക്കാര് രക്തം കൊടുക്കാനും ഉള്ള സാധനവുമായിട്ട് വണ്ടി കയറിയിട്ടുണ്ടാവും. ഞാൻ അവരൊക്കെ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അവരെ പിയപ്പിക്കാനും പറഞ്ഞത് കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാത്തവരും ഒരു നാടിന്റെ കുറ്റവാളികളാണ്, ഒരു സമൂഹത്തിന്റെ കുറ്റവാളികളാണ്. അത് നമ്മളിലൂടെ സംഭവിക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കുക, അധ്വാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ, ഇതിനേക്കാൾ മനോഹരമായ നിന്റെ സ്വർഗപ്പുങ്കാവനത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാദാ, മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ശാരീരികമായും മാനസികമായും വേദനിക്കുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളിൽ അസുഖങ്ങളെല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. കടബാധ്യതയിൽപ്പെട്ട് ഹറാമായ സമ്പാദ്യങ്ങളിലൂടെ ജീവിക്കേണ്ടി വന്നവരുണ്ട് നാഥ. എല്ലാം ഹലാലായ നിലക്ക് അവസാനിക്കാനും നല്ലൊരു മഈഷത്തോടുകൂടി കുടുംബത്തെ നോക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, നേതാക്കൾ, എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. നാദാ, ആരോടൊക്കെ ബന്ധം ചേരാനുണ്ടോ ഒരു മനസ്സിന്റെ അകലവും കാണിക്കാതെ, ഒരു കിബറോ അഹങ്കാരമോ ഇല്ലാത്ത നിലക്ക് പരസ്പരം സ്നേഹിച്ച് പൊരുത്തം കിട്ടി നിന്റെ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ ഏറ്റവും സമാധാനത്തോടെ കിടക്കുന്ന ഒരു മനുഷ്യനായി, മുത്തഖിയായി, സ്വാലിഹായ ഒരു മനുഷ്യനായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ നീ തൗഫീക്ക് നൽകണമേ. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെ ഉൾപ്പെടുത്തണം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, അതോടൊപ്പം ഒരു സ്കൂൾ അധ്യാപകനാണ് കോഴിക്കോട് MMI സ്കൂളിൽ. പിന്നെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോവാറുണ്ട്. അതിന്റെ ആയുസ്സിനും ദീർഘായുസ്സിനും വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും. വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കാതെ പൊരുത്തപ്പെടുക. ആരെയും കുത്തിപ്പറയാനോ അവഹേളിക്കാനോ അല്ല, സത്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. വസല്ലല്ലാഹു അലൈനാ. ഒരൊറ്റ ചോദ്യം നേരത്തെ പറഞ്ഞ ഇതിന്റെ കൂടായിട്ടൊരു കാര്യമുണ്ട്. നമ്മള് കുടുംബബന്ധം ചേർക്കുമ്പോ ഒരാള് പിണങ്ങി, നമ്മൾ അയാളോട് സലാം പറഞ്ഞു, അയാൾ മടക്കിയില്ല. ഇത് ന്യായം നമ്മളെ ഭാഗത്താണ്. എന്നിട്ടും നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞു, അയാൾ മടക്കിയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും സലാം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് എത്രത്തോളം അവനോട് കുടുംബം ചേരാനും സലാം പറയാനും പറ്റുമോ അത്രയും ചേരണം. എത്ര കാലം നീ അതിനുവേണ്ടി സലാം പറഞ്ഞോ അത്രയും കാലം നരകത്തിന്റെ ചുടുവെണ്ണീര് അവന്റെ തൊണ്ട നിറച്ചിട്ടല്ലാതെ അള്ളാഹു അവനെ വിചാരണക്ക് വിളിക്കൂലാണ്. അതായത് സലാം പറഞ്ഞിട്ടും മടക്കാത്തവനോട് എത്ര തവണ എത്ര കാലം അവൻ സലാം മടക്കാതെ നിന്നോ അത്രയും കാലം നരകത്തിന്റെ ചുടുവെണ്ണീര് അവന്റെ തൊണ്ടയിൽ നിറയ്ക്കുന്ന അള്ളാഹു. എന്നിട്ടേ ഓന്റെ നിസ്കാരവും നോമ്പും ഒക്കെ വിചാരണക്ക് അള്ളാഹു എടുക്കും. പറ്റെങ്കിലും വേഗം സലാം മടക്കിക്കോളി, വേഗം സലാം പറഞ്ഞോളൂ. സഹാബത്ത് ചൊല്ലി, നബിയെ, ബന്ധം ചേരുന്നതിൽ ഏറ്റവും മഹോന്നതനാരാ? റസൂലുള്ളാഹി പറഞ്ഞു, ആദ്യം സലാം പറയുന്നവൻ. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലര് വിചാരിക്കും, നമ്മളിപ്പോ എങ്ങനെയൊക്കെ ദുഷിച്ച എന്നും ചെയ്യാതിരുന്നിട്ടും നമ്മളോട് വെറുതെ ശത്രുതയും നമ്മളെ വെറുപ്പിക്കുകയും നമ്മളോട് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്നവരുണ്ടാവും. അവരെ ചെന്ന് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്തപ്പെട്ടിരണേന്ന് പറയണമെന്നല്ല, അത് അവരുടെ സ്വഭാവ വൈകല്യം. അങ്ങനെയുള്ള ആളുകള് ബന്ധം മുറിക്കണ്ട എന്ന് കരുതി അവര് സലാം പറഞ്ഞാൽ മടക്കാതിരിക്കരുത് എന്ന് കരുതി അവരെ പിന്നാലെ ചെന്നിട്ട് ഞാനിപ്പോ ഓന്റെ സലാം മടക്കിയില്ലെങ്കിൽ എനിക്കിത് വലിയ പാദപ്പേടാകോ എന്ന് ബേജാറാവാനല്ല, സലാം മടക്കിയേക്കാം. കൂടുതൽ എന്തുവേണ്ട, ഇങ്ങനെയുള്ള ഫിത്നയുടെ ആൾക്കാരിൽ നിന്നും മാറി നിൽക്കാനും അള്ളാന്റെ ഹബീബ് കൽപ്പിച്ചിട്ടുണ്ട്.
അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ നിലക്ക് നമ്മളെ മനസ്സിലൊരു വെറുപ്പോ വിദ്വേഷമോ ആരോടോ പറഞ്ഞോ ഏതോ ചെയ്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം പൊരുത്തപ്പെടുക. ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പ്രസംഗിച്ചതിന്റെ പേരിൽ ചിലർക്ക് എന്നോട് വെറുപ്പുണ്ടാവും ചിലർക്ക്. ഞാൻ അത് കാര്യാക്കണ്ട. ഞാൻ സലാം പറയുന്നു, സലാം മടക്കുന്നു, ഞാൻ ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുന്നു. ചില ആൾക്കാരോട് എനിക്ക് കോപം ഉണ്ടാകും. അതെന്തിന്റെ പേരിലാ? ഈ പറഞ്ഞതുപോലെ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, എന്റെ നീതി തടയുക, അന്യായം ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി അവരെനിക്ക് വെറുക്കാം. പക്ഷെ അവരെന്നോട് സലാം പറഞ്ഞാൽ മടക്കാതിരിക്കാൻ പാടില്ല. അവിടെ ഞാൻ മടക്കണം എന്ന് കരുതി മടക്കി ഉടനെ തന്നെ കെട്ടിങ്ങോട്ട് പിടിച്ചിട്ട് ഇതരെയുള്ളതൊക്കെ അതല്ല. കാരണം വഹ്ശി റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ പറയുന്നുണ്ട്, വഹ്ശി എനിക്ക് എന്നോട് വെറുപ്പൊന്നുമില്ല, പക്ഷെ എന്നെ കാണുമ്പോ എനിക്ക് എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരിക. നീ ചതിച്ചു കൊന്ന ഹംസ എന്റെ എളാപ്പ. ആ എളാപ്പനെ ഓർക്കുമ്പോ വഹ്ശി എനിക്ക് നിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു ബേജാറ് തോന്നുന്നുണ്ട്. അതിന്റെ അർത്ഥം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നല്ല വഹ്ശി, വെറുപ്പൊന്നുമില്ല. അതേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. അതാ നമ്മളെ നിലപാടും. ആ നിലപാട് അങ്ങ് സ്വീകരിച്ചാൽ മതി. അതുകൊണ്ട് സലാം മടക്കാൻ മടിക്കുന്നവരുണ്ടെങ്കിൽ അത് അവനാന്റെ തൊണ്ടയിൽ ചുടുവണ്ണീര് വാരി നിറയ്ക്കുന്നതിന് സമാനം ചിന്തിച്ച് കളയാം. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.